ഈദ് മുബാറക്. ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. അപ്പോൾ ഇന്ന് റംസാൻ ദിനത്തിൽ ഞാനും എൻ്റെ ഉണ്ണിക്കുട്ടനും ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണല്ലേ, നമ്മൾ അങ്ങനെ ജാതിയോ മതമോ ഒന്നും നോക്കാണ്ട് എല്ലാ വിശേഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റംസാൻ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കിന് വേണ്ട വിഷുവാണ്. അപ്പോൾ നമുക്ക് അതും ആഘോഷിക്കണം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ഉണ്ണിക്കുട്ടനും ഞാനും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നോട് പറഞ്ഞു അവന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഇന്നലെയാണ് പറഞ്ഞത്. അപ്പോൾ അവൻ എഴുന്നേറ്റിട്ടില്ല, അവൻ ഉറക്കമാണ്. അപ്പോൾ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് അവന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും മാത്രം ഉള്ളതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അത് പൊതുവേ നമ്മൾ ഒരു കാര്യങ്ങളും അങ്ങനെ വലിയ ആഘോഷങ്ങളിലേക്ക് കൊണ്ടുപോകാറില്ല. നമ്മുടെ വീട്ടിൽ ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെറിയ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റംസാൻ ദിനം ഒരു കുഞ്ഞ് മലബാർ സ്പെഷ്യൽ ബിരിയാണിയോടുകൂടി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്താ പറയുക, പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി. ഏറ്റവും ചെറിയ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഈ റംസാൻ ദിനത്തിൽ ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നുവാണെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ. പോസിറ്റീവ് മാത്രമല്ലല്ലോ, നെഗറ്റീവും പറയണമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിലാവുന്ന അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മലബാർ ചിക്കൻ ബിരിയാണി ആണല്ലോ, ഇത് ഉണ്ടാക്കാൻ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും വിട്ടുകളയരുത്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ പ്രഷർ കുക്കറിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കറി പീസായിരുന്നു, ചിക്കൻ ബിരിയാണി പീസ് അല്ലായിരുന്നു, കറി പീസായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് നല്ല പീസുകൾ, കുറച്ച് ബോണും മീറ്റും കൂടെ വരുന്ന പീസുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ട ബാക്കി മസാലകൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, അതുപോലെ തന്നെ തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 4 സവാള എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് മിക്സിയുടെ ജാറിനകത്ത് അരച്ചെടുക്കുക. ഇനി ഇതിനകത്ത് അരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ കല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ച് ചതച്ച് ഒരു പകുതിയെങ്കിലും അരഞ്ഞ പരുവത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ ഇഞ്ചിയൊക്കെ ഇതേപോലെ ഒന്ന് അരിഞ്ഞിടുവാണെങ്കിൽ നമുക്ക് അരഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വലിയ പീസായിട്ടാണ് ഇടുന്നതെങ്കിൽ അത് പകുതി അരഞ്ഞിട്ട് പകുതി അതുപോലെ തന്നെ കിടക്കും. പിന്നെ നമ്മൾ വേണ്ട ഇത് വറക്കാനുള്ള സവോള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഏകദേശമെങ്കിലും ഒരേ വലിപ്പത്തിൽ അരിയാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മൾ വറുത്ത് കോരുമ്പം അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ തക്കാളിക്ക് നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സവോളയും നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഡാൽഡ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഡാൽഡ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വറക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സവോളയുടെ ഒരു പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം കൂടെ ഒന്നിച്ചിട്ടാൽ നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ വറുത്ത സവോളയ്ക്ക് ഒരു ടേസ്റ്റ് വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും പഞ്ചസാരയും ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിന് നമ്മൾ അത് കരിഞ്ഞു പോകാതെ കോരിയെടുക്കണം കേട്ടോ. ഇത് ഈ ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമ്മൾ കോരിയെടുക്കണം. പിന്നെ നമ്മൾ ഈ വറുത്ത് കോരുന്ന സാധനങ്ങൾ എന്ത് തന്നെ ആയാലും അത് വറുത്ത് കോരി വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൊരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കണക്കാക്കി വേണം എടുക്കാൻ. എന്നിട്ട് അതേ ഡാൽഡയിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് അതും ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഇനി നമ്മൾ കിസ്മിസ് നമുക്ക് വറുത്തെടുക്കണം. കിസ്മിസ് കഴുകിയിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പുഴു ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പല പ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കിസ്മിസ് എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വേണം. അപ്പോൾ അതും നല്ല ബലൂണ് പോലെ വീർത്ത് കിട്ടും, അതും കോരിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഞാൻ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്.
ഇനി നിങ്ങൾക്ക് കുക്കറിലല്ലാതെയാണ് കംഫർട്ടബിളെങ്കിൽ ബിരിയാണി പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. അത് നല്ല ചൂട് നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയ സാധനങ്ങൾ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു സവോള വഴന്ന് വന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. അപ്പോൾ ഈ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുക്കറിൻ്റെ അടപ്പ് ഞാൻ തലതിരിച്ചൊന്ന് മൂടി വെക്കും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം കേട്ടോ. നമുക്കറിയാൻ പറ്റും അത് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള മണവും അതുപോലെ തന്നെ ഇച്ചിരി കഴിഞ്ഞ് അതൊന്നും മസാലയൊന്നും മൂത്ത് വരുമ്പോൾ ഉള്ള മണവും നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിരിയാണിയിലേക്ക് നമ്മൾ മുളക് പൊടി എന്ന് പറയുന്ന സാധനം ചേർക്കുന്നില്ല, വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകും കുരുമുളക് ചേർക്കുമ്പോൾ അതും അതിനനുസരിച്ച് നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ആ ഒരു മസാലയുടെ പച്ചക്കുത്തൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചത് എന്തിനാണെന്ന് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ച അതേ പാത്രത്തിലായിരുന്നു കേട്ടോ വെള്ളം എടുത്തത്. അതുകൊണ്ടാണ് വെള്ളത്തിനൊരു കളർ ചേഞ്ച് വന്നത്. പച്ചവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഒരു വിസിലാവുമ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ ആവശ്യത്തിനുള്ള വേവാകും. അപ്പോൾ അതേ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. റൈസ് ഇതേ ആവശ്യത്തിനുള്ളത് കഴുകി ഇവിടെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കാൻ കംഫർട്ടബിൾ അല്ലാത്തവർ അല്ലാതെ വെള്ളം വെച്ച് നമ്മൾ അരി തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. ഒരു 3/4 വേവാകുമ്പോൾ ഞാനിപ്പം കുക്കറിൽ ഒരു ബൗൾ അരിക്ക് 1.5 ബൗൾ വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ 2 ബൗൾ അരിയായിരുന്നു എടുത്തത്. അപ്പം 3 ബൗൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇച്ചിരി പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 2 കഷ്ണം വീതം ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമ്മളിത് കുക്കർ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുക്കർ അടച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇതിലേക്ക് 1-2 സാധനം ചേർക്കാൻ മറന്നുപോയ കാര്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ചേർത്തെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. ഒരു ഇച്ചിരി ഡാൽഡയും അത് നമ്മൾ നേരത്തെ ആ ഒരു ഉള്ളിയൊക്കെ വറുത്ത് കോരിയതിൻ്റെ അതിൽ നിന്ന് എടുത്ത് ഒരു ഇച്ചിരി ഡാൽഡയും അതുപോലെ തന്നെ ഇച്ചിരി റോസ് വാട്ടർ ഒഴിക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയായിരുന്നു, വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ റൈസ് അവിടെ വേവാൻ വെച്ചു. ഇനി ആ സമയത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് 1 കപ്പ് തൈര് ഒഴിക്കുകയാണ്. വലിയ പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഒഴിക്കാൻ. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇതേണ്ട മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ അകത്ത് ഇത്രയും വെള്ളം കാണുമ്പം അത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ആ വെള്ളം. അതെന്താണ് ഇത്രയും വെള്ളം എന്ന് ചിന്തിക്കേണ്ട. പിന്നെ നമ്മൾ കുറച്ച് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ഇട്ട് കുത്തി ഇളക്കരുത്, കാരണം നമ്മുടെ ചിക്കൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതേ നമ്മുടെ തക്കാളിക്കായും ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തുറന്ന് വെച്ചാണ് കേട്ടോ ഇത് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഈ എക്സ്ട്രാ ഉള്ള വെള്ളം കോരിയെടുക്കുകയാണ്. നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ കോരിയെടുക്കുക, എന്നിട്ട് അതൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നിൽ തൊടാതെ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കുക്കറിൽ വേവിക്കാൻ കംഫർട്ടബിൾ അല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ മതി. പിന്നെ കൈമ റൈസാണ് ഈ ഒരു ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇവിടെ ഈ ബസ്മതി റൈസ് ഇരുന്നതുകൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അകത്ത് വെള്ളം കോരിയെടുത്തിട്ട് അതിന് മുകളിലേക്ക് ലെയറായിട്ട് ഈ ചോറ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ അതിൽ നിന്ന് കോരി വെച്ച ആ ഒരു ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ചോറിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ആ ചോറിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ, നല്ലൊരു ടേസ്റ്റും വരും. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച സവോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ചോറിൻ്റെ പകുതി ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുക, അടുത്ത പകുതി രണ്ടാമത്തെ ലെയറിലിടുക. എന്നിട്ട് നമ്മളിതേ ബാക്കി ആ ഒരു ചിക്കൻ്റെ വെള്ളം ഇരുന്നതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ചോറിനകത്തോട്ട് എല്ലാം ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ കയറും കേട്ടോ. എന്നിട്ട് നമ്മളിതേൻ്റെ ഈ സവോള വറുത്തത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വറുത്ത സവോള ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കൂടുതൽ ഇടുന്നത്. ഇത്രയും ഇടണം എന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ബാക്കി അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഉണ്ടായിരുന്നതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് സ്റ്റൗ ഓൺ ചെയ്യും. പക്ഷേ ഈ ടൈമിൽ നമ്മൾ കുക്കറിൻ്റെ വിസിൽ വെക്കുന്നില്ല കേട്ടോ. വിസിൽ ഊരി മാറ്റിയിട്ടാണ് നമ്മൾ ഒരു 2 മിനിറ്റ് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കുന്നത്.
ആ ഒരു 2 മിനിറ്റ് മതി. ആ സമയത്ത് നമ്മുടെ ആ ഒരു റൈസിൻ്റെ ബാക്കി വേവും കൂടെ ആയിക്കോളും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി മലബാർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ റൈസ് ഒന്ന് കോരി മാറ്റുക, എന്നിട്ട് ഒരു ചിക്കൻ പീസ് എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിങ്ങനെ പൊത്തി വെക്കുക. അങ്ങനെയാണ് ശരിക്കും ഇത് സെർവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരാൾ കൊതിമൂത്ത് കൊമ്പനായി നിന്നതുകൊണ്ട് ഞാൻ എന്തായാലും അതിനൊന്നും മെനക്കെട്ടില്ല. ഞാൻ പെട്ടെന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അവന് കൊടുക്കാൻ റെഡിയാക്കുകയാണ് ചെയ്തത്. കാരണം ആളിന് ബിരിയാണി എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ആ കാര്യത്തിൽ അവൻ എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. കാരണം ഞാനും അതുപോലെ തന്നെ ഒരു ബിരിയാണി കൊതിച്ചിയാണ്. അപ്പം എന്തായാലും എൻ്റെ മോന് ആ ഒരു കാര്യത്തിൽ മോശം വരത്തില്ല എന്നുള്ളത് അവനും തെളിയിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളിത് ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി അച്ചാർ, അതുപോലെ 2 പപ്പടം ഒരു ആഡംബരത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ശരിയായിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കിന് എൻ്റെ ഒരു മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ അഭിപ്രായം എന്താണെന്നൊന്ന് നോക്കാം. ആൾ ഫോണിൽ ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്തയിലാണ് ഞാൻ. അപ്പം ആൾ വേണ്ട കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരെ, നീ കൈ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് സൂപ്പർ എന്ന് പറഞ്ഞതാണ് കേട്ടോ. പുള്ളി കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ നേരിട്ടങ്ങ് പറയും, നമ്മളെ വിഷമിപ്പിച്ച് കളയും. ഞാൻ പറയടാ വീഡിയോ എടുക്കടാന്ന് പറഞ്ഞാലും പുള്ളി പറയും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഉപ്പ് കൂടി പുളി കൂടി എന്നൊക്കെ പുള്ളി അങ്ങ് പറഞ്ഞേക്കും. അപ്പോൾ അവൻ പറഞ്ഞു ഇനി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.